കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അല്ലേ? അങ്ങോട്ട് ചെല്ല്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ 2 എൻട്രൻസ് ആണ്. സാധാരണ ആൾക്കാർ അങ്ങോട്ട് കേട്ടത് പോലും ഇല്ല. പിന്നെ വലിയ ജന്മി തറവാട്ടിലൊക്കെ ജനിച്ച് വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയോ? പത്രങ്ങളിലും ടി വിയിലും ഒക്കെ കാണുന്നതല്ലാതെ ഇവരൊക്കെ ജീവിതത്തിൽ ശരിക്കും എങ്ങനെയാണെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ ആ വീട്ടിൽ കയറ്റാത്ത എന്താണെന്നറിയോ? അത് നിറയെ സ്വത്തുക്കളും കൗതുക വസ്തുക്കളൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കാം. നീ അങ്ങോട്ട് ചെല്ല് എന്നും പറഞ്ഞിട്ടാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇൻ്റർവ്യൂവിന് എന്നെ വിടുന്നത്. അല്ലേലേ ഞാൻ നെർവസ് ആയിരുന്നു. ഇതും കൂടി കേട്ടതോടെ സമാധാനമായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2 എൻട്രൻസ്. ഞാൻ വിചാരിച്ചു, ഈശ്വര, ഞാൻ എന്തിനായത് ഏറ്റെടുത്തേ, ഇനി പുള്ളിയോട് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുമെന്നൊക്കെ. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം അദ്ദേഹത്തിൻ്റെ ബീവിയെ പരിചയപ്പെട്ട്. അവർ ഭയങ്കര സ്നേഹമായിട്ട് നമുക്ക് ചോറും മീൻകറിയൊക്കെ തന്നു. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നൊക്കെ. ചോറൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചായയും ഉന്നക്കായും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ സാഹിബ് വന്നു. ഈശ്വര, 20കളുടെ ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന ഒരു 70കാരൻ. പുള്ളിയാണെങ്കിൽ ഭയങ്കര സിമ്പിൾ. അദ്ദേഹത്തോട് സംസാരിച്ച് വരുന്നതോറും ഞാൻ കേട്ടതൊന്നും അല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അല്ലെങ്കിൽ വീട്ടിൽ ആളെ കേട്ടില്ല എന്ന് പറയുന്നത് ശരിയാണോ? അപ്പോൾ പുള്ളി പറഞ്ഞു, ശരിയാണ്. ഒരു പൊളിറ്റീഷ്യന് 2ആയിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ലേ? ഫാമിലിക്കുള്ള ടൈമുണ്ട്, അവരുടെ പ്രൈവസി ഉണ്ട്. അതുകൊണ്ട് ഓഫീസിലാണ് എല്ലാവരും വരിക, വീട്ടിലോട്ട് അധികം ആരെയും കൊണ്ടുപോകാറില്ല എന്ന്. അപ്പോൾ എനിക്ക് കയറി ഉൾവശമൊക്കെ കാണാൻ ഭയങ്കര ആകാംക്ഷ. കയറി കണ്ടു കഴിഞ്ഞപ്പോഴെന്താ, വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസി ആയിട്ടുള്ളൊരു വീട്. ജന്മി തറവാട്ടിൽ ജനിച്ചു, ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതൊക്കെ സിനിമകളിലാണ് കേട്ടോ. റിയൽ ലൈഫിൽ കുഞ്ഞാലിക്കുട്ടി സാർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മനുഷ്യനാണ്. സിമ്പിളായിട്ടുള്ള ഹമ്പിളായിട്ടുള്ള ആൾ. ആ വീട്ടിലുള്ള എല്ലാവരും